നമസ്കാരം, കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെസഹ ഒക്കെ ആയതുകൊണ്ട് ഒരു പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെസഹ അപ്പത്തിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സിനി പറഞ്ഞു തരും. ഇതിനുള്ള സാധനങ്ങൾ പച്ചരി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഉഴുന്ന് 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയതുണ്ട്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 5 കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിന് വേണ്ടതാണ് കുറച്ച് കൊച്ചു ജീരകവും അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതെല്ലാം ഒരുമിച്ച് അരച്ച് ഞാൻ കൊണ്ടുവരാം. ഞാൻ ഈ അരിയും ഉഴുന്നും ഒരുമിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ തേങ്ങയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഞാൻ സെപ്പറേറ്റ് ആണ് അരയ്ക്കുന്നത്. ഒത്തിരി പേസ്റ്റായിട്ട് അരയണ്ട, എന്നാലും നല്ല രീതിയിൽ അരയണം, കടിക്കരുത്. ഞാൻ അരിയും ഉഴുന്നും ഒരുമിച്ച് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് അതും കൂടെ സെപ്പറേറ്റ് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അരച്ച സാധനങ്ങൾ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അരി ഉഴുന്നും അരയ്ക്കുമ്പോഴത്തേനും ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം, ചെറിയതായിട്ടേ വെള്ളം ചേർക്കാൻ പോകുള്ളൂ കേട്ടോ. അപ്പത്തിനൊന്നും അരയ്ക്കുന്ന പോലെ അതുപോലെ ലൂസായിട്ടൊന്നും അരയ്ക്കരുത്, നല്ല കട്ടി വേണം ഇതിന്. പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് പറയുന്നത്. ഇത് അരച്ച് വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം. ഇത് കണ്ടോ, ഈ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതുപോലെ കട്ടിയായിട്ടിരിക്കണം, വെള്ളം പോലെ നീണ്ടു പോകല്ലേ, അതെപ്പോഴും ഓർത്തോണം എല്ലാവരും. ഈ മാവ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനിനി ഇത് ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്തേക്ക് ഒഴിച്ചിട്ട് അപ്പച്ചമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാൻ പോവാം. ഇതൊരു സ്റ്റീൽ പ്ലേറ്റ്, ഇതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്, അത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ അപ്പം ഇനി അപ്പച്ചമ്പിനകത്തേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാൻ പോവുക കേട്ടോ. ഞാൻ അപ്പച്ചമ്പിനകത്ത് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചു. ഇനിയിപ്പോൾ അതിനകത്തൊരു തട്ട് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ഈ പ്ലേറ്റ് ഇറക്കി വെക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ പെസഹ അപ്പം അവിടെ റെഡി ആകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പാലുണ്ടാക്കാനുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പെസഹ പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. നല്ല 1-ാം പാലാണ്, നല്ല കുറുകിയ പാലാണ്. പിന്നെ ഒരു പകുതി ശർക്കര എന്ന് പറയുമ്പോഴത്തേന് ഏതാണ്ട് 1/4 കിലോയോളം വരുന്നുണ്ട്. പിന്നെ ഒരു ശകലം അരിപ്പൊടി, അത് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ കലക്കി ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ശകലം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം, ഏലക്ക, പിന്നെ ചുക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏലക്കായും ജീരകവും ചുക്കും ഒക്കെ നമുക്ക് ലാസ്റ്റ് ഇത് ഇറക്കുന്നതിന് മുമ്പേ ഒന്ന് ചതച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ശർക്കര ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് അലിയിച്ച് ഒന്ന് ഊറ്റി മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വല്ല കരടോ മണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് അലിന്ന് കഴിയുമ്പോൾ, തിളപ്പിച്ച് ഒന്ന് വറ്റിക്കാനല്ല, അലുത്ത് കഴിയുമ്പോഴത്തേന് അതിനെ ഊറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നമ്മളിവിടെ അടുപ്പത്ത് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഉരുകുന്ന മാത്രമേ ഉള്ളൂ. നമ്മളതിനെ വറ്റിക്കുന്നില്ല, കാരണം വറ്റിച്ച് കഴിഞ്ഞ് പാനിയായിപ്പോകും. നമുക്കത് പാനിയാക്കേണ്ട കാര്യമില്ല. നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള മട്ടൊക്കെ ഒന്ന് പോയിക്കോളും. ശർക്കര ഇടുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല ഇതായിരിക്കും. ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് മധുരം അധികം ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് മധുരം ചേർക്കുമ്പോഴത്തേന് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മധുരം ചേർക്കാം. ഇതാണ്ടോ, ഇതിൻ്റെ അകത്ത് മട്ട് കിടക്കുന്നുണ്ടോ, ഇതിൻ്റെ അകത്ത് കാണാം നിങ്ങൾക്ക് മണ്ണും കരടും ഒക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഒന്ന് ആദ്യമേ ഉരുക്കിയിട്ട് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉരുക്കിയാലും കുഴപ്പമൊന്നുമില്ല.
നമുക്ക് പാല് ചിലർ പറയും പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്നൊക്കെ പറയും. അങ്ങനെ ഒന്നും നോക്കണ്ട. പാലായി കഴിയുമ്പോഴേ ഉള്ളൂ അതിന് ഒരു നമ്മുടെ ആ ഒരു എന്താ ഒരു ട്രഡീഷണൽ ഇതായിട്ട് വരുന്നുള്ളൂ. പാലിന് മുമ്പ് ശർക്കര ഉരുക്കിയതും തേങ്ങാപ്പാലും ഒന്നും അതിൻ്റെ ഒരു ഇതിൽ വരുന്നതല്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ശർക്കര കൂട്ടി കൂടുതൽ ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കുക. ബാക്കി നമുക്ക് വേറെ എന്തിനു വേണ്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് തീ കത്തിച്ചിട്ട് പാലും കൂടെ, നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് തിളച്ച് ചിലപ്പം പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് പാലുണ്ടാക്കുമ്പോഴത്തേന് വളരെ ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പരുവമാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ജീരകം, ഏലക്ക, ചുക്ക് ഇതെല്ലാം കൂടെ പൊടിച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എനിക്കറിയത്തില്ല, ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ഏത്തക്ക, നന്നായിട്ട് പഴുത്ത ഏത്തക്ക ഉണ്ടെങ്കിൽ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഒന്ന് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ചെറിയൊരു കൊഴുപ്പൂടെ കിട്ടും അതിന്. ഇപ്പോൾ നമ്മൾ ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഈ അപ്പം, ഇടിയപ്പം, അങ്ങനെ പത്തിരിയൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പുട്ടുപൊടിയൊന്നും എടുക്കരുത്, പുട്ടുപൊടിക്ക് തരി കൂടുതലാണ്. അപ്പോൾ ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയാണെന്ന് കുറച്ച് എടുത്തിട്ട് ഒരു 2 സ്പൂൺ, 2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ കലക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. പൊടിയായിട്ട് ഇടാൻ നോക്കരുത്. പൊടിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് കട്ട പഠിച്ച് കിടക്കും. അതുകൊണ്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളിതിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുരുത്തോലയൊന്നും ഇടുന്നില്ല. അപ്പത്തിനാണേലും അതിൻ്റെ അകത്ത് കുരുത്തോലയൊന്നും വെച്ചിട്ടില്ല. നമ്മൾ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ കുരിശ് വെച്ച് ഉണ്ടാക്കാറുള്ളൂ, ഒരപ്പോ മുറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുരുത്തോലയൊന്നും ഇടുന്നില്ല. പെസഹായ്ക്ക് ഉണ്ടാക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കുരുത്തോലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. പാലിന് കണ്ട ചെറിയൊരു കൊഴുപ്പൊക്കെ വന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർക്കാം. നമുക്ക് ഈ ഒരു കൊഴുപ്പൊക്കെ മതി. ഇപ്പോൾ പാല് റെഡി ആയിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, പെസഹയുടെ പാലുണ്ടാക്കുമ്പോഴേ ഉള്ളൂ. ബാക്കി നമ്മൾ കുരുത്തോലയൊക്കെ ഇടത്തുള്ളൂ. പിന്നെ പഴം വേണമെന്നുണ്ടെങ്കിൽ ഇടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട. അപ്പോൾ നമ്മുടെ അപ്പവും പാലും ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പെസഹയപ്പവും പെസഹ പാലും ഉണ്ടാക്കുന്ന രീതി. ഇതിൻ്റെ അകത്ത് കുത്തോലയൊന്നും ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ പെസഹ അപ്പം വേറെ രീതിയിലും കൂടെ ഉണ്ടാക്കാറുണ്ട്. അത് പക്ഷേ എല്ലാം കൂടെ ഒരു ദിവസം കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് വേറൊരു സന്ദർഭത്തിൽ കാണിക്കാം. ചിലപ്പോൾ അടുത്ത പെസഹയ്ക്കായിരിക്കും. ഓക്കെ, അടുത്ത പെസഹയ്ക്ക് ഉണ്ടെങ്കിൽ അന്നേരത്തേനും മറ്റേ രീതിയിലുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പെസഹപ്പത്തിൻ്റെയും പാലിൻ്റെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു സഹായകരമായിരിക്കും, അറിയാൻ മേലാത്തവർക്ക് കേട്ടോ. അറിയാവുന്നവർ എന്നെ വഴക്കൊന്നും പറയണ്ട. അറിയാൻ മേലാത്തവർക്ക് ഇതൊരു പ്രയോജനകരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പെസഹ ആശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.